ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സോയ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിന് നമ്മൾ ഒരു 12 മുളകിന് നല്ലതുപോലെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും 2 സവാള നീളത്തിനരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മാത്രമാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ കാണിച്ച ഐറ്റങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. അതിൽ എണ്ണയോടെ ഒഴിക്കേണ്ട കാര്യമില്ല. ആ എണ്ണയിലേക്ക് നമ്മളിനി ഗ്രാമ്പൂവും പട്ടയും പെരുംജീരകവും കൂടെ വറുത്തെടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഈ വറുത്തെടുത്തതെല്ലാം കൂടെ വീണ്ടും ഈ എണ്ണയോട് തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് എരിവിനനുസരിച്ച് അതും ചേർത്ത് അത് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. കാരണം ഓൾറെഡി സോയയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ അതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.